വൈകുന്നേരം വരെ മഴ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഗേറ്റ്, വീടിന്റെ ഗേറ്റ് ഇട അത് ഇങ്ങനെ റോഡ് പൊളിച്ചിട്ടിട്ട് ഒരുപാട് കാലമായി. പൈപ്പ് ലൈനിൽ പൊളിച്ചാണ്. അത് ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം. സംഗതി എന്റെ പാർട്ടിക്കാരനാണ് ഭരിക്കുന്നത്. പക്ഷെ ഇന്നേക്ക് ഏതാണ്ട് ഒന്നിച്ചെല്ലാം കൊല്ലായി, 1.5 കൊല്ലം ഇതുവരെ പൊളിച്ചിട്ടിട്ട് നമ്മുടെ റോഡ് ശരിയാക്കുന്നില്ല. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് മണ്ണടിക്കാൻ വലിക്കാനും പറ്റണ്ടായി. എന്താ കുറച്ച് പൈസ ചെലവായാലും കുഴപ്പമില്ല, ഒരു 10,000 രൂപ ചെലവായി. അപ്പൊ അത് ആളെ വിളിച്ച് ആ പണിയിലായിരുന്നു ഫുള്ള്. നല്ല പയ്യനായിരുന്നു പണി. 2,000 രൂപ രണ്ടുപേര് വരെ നിന്നിട്ട് കൂലി മേടിച്ചു, എല്ലാം ഉഷാറാക്കി തന്നു. അതിന് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വെറുതെ നമ്മളൊരു ജനപ്രതിനിധി ആവില്ല. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്തിട്ടാണല്ലോ നമ്മളൊരു ജനപ്രതിനിധി ആവുന്നത്. അതും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ലേബലിലാവുമ്പോൾ അത് പ്രത്യേകിച്ച് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാർട്ടിയിലവരാണ്. അപ്പൊ അതില് ആ ടിക്കറ്റില് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോടൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. തീർത്തും അത് ചെയ്യേണ്ട കടമ ഒരു പഞ്ചായത്ത് മെമ്പർ എല്ലാവർക്കും ഉണ്ട്. നമ്മളൊരു വോട്ടറെ കളിയാക്കി നാണം കെടുത്തി കുറെ വലിയ വാക്കുകൾ പറയാ, എനിക്ക് എല്ലാവരും അവിടെ ജയിച്ചു കഴിഞ്ഞാൽ എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ കഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തകരോടൊന്നും കൂറൊന്നും കാണില്ല. കാരണം അങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ജയിക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികളോടും, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രധാനമന്ത്രി, എല്ലാവരുടെയും പഞ്ചായത്ത് മെമ്പറാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രി, എല്ലാവരുടെയും മന്ത്രിമാരാണ്. 100% ചെയ്യും. അത് സത്യമാണ്. അതില് നമ്മൾ ന്യായമുള്ള ഭാഗത്ത് നിൽക്കണം. ന്യായമുള്ള ഭാഗത്ത് നിന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റെങ്കിൽ നമ്മൾ പറ്റാന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു ആവശ്യമായിട്ട് നമ്മളൊരു പഞ്ചായത്ത് മെമ്പർ എന്നെ കൊണ്ടുതിരിക്കല്ല ചെയ്യാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഇട്ടിച്ചിരിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാലെ പ്രസ്ഥാനം അവസാനിക്കുന്നില്ല, വ്യക്തി അവസാനിക്കും. കാരണം ഇപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനമായാലും കോൺഗ്രസ് ആ പ്രസ്ഥാനങ്ങൾ അവസാനിക്കുന്നില്ല. BJP ആ പ്രസ്ഥാനത്തിൽ നമ്മൾ നിന്നും കണ്ട പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി ജയിച്ചിട്ട് നമ്മൾ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും ആ പാർട്ടിക്ക് പൂർണ്ണമല്ല. എന്ത് ജോലി കിട്ടിയാലും ജോലി കിട്ടിയിരിക്കും. ഇതൊക്കെ വളരെ 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 മോശം നമ്മൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മളതിന് നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് തുറന്നു പറയാം, പാർട്ടിക്ക് നമ്മളൊന്ന് നിർദ്ദേശിക്കുന്നു, നമ്മളെ ഒരു പഞ്ചായത്തിൽ മത്സരിക്കാൻ നിർദ്ദേശിക്കുന്ന എനിക്കതിന് താല്പര്യമില്ല, എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ നിന്ന് കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ, തീർത്തും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ജോലി വേണം. ജോലി വേണമെങ്കിൽ ജോലി വാങ്ങിച്ചോ. ജോലി ഇല്ലാണ്ട് കുടുംബം ജീവിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ നല്ലമായി കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടില് നമ്മൾ നീതിക്ക് വേണ്ടി പോരാടണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സത്യസന്ധമായി പറയുന്നത്, ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണ്. CPM-ന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഇവിടെ ഇടത്തെത്തി സൊസൈറ്റി. ഞാൻ എന്റെ മനസ്സാക്ഷി അനുസരിച്ച് ആ പദവിയോട് നീതി പുലർത്തി, ഇതുവരെ നീതി പുലർത്തി എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇനിയും അങ്ങോട്ട് നീതി പുലർത്തുന്നത് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന കാലം വരെ ആ പ്രസ്ഥാനത്തിനുള്ള കൂടാനിക്കുന്നുണ്ടോ. അതേമാതിരി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ എങ്ങനെ ചെയ്യണം, നമ്മുടെ സംഘം വളരണം എന്ന് വെച്ചാൽ നമ്മ കയറിയപ്പോൾ ഉള്ളതിനേക്കാൾ വളരെയധികം മുന്നോട്ട് കുതിക്കണം. ഡിപ്പോസിറ്റിന്റെ കാര്യത്തിലായാലും വരുമാനത്തിന്റെ കാര്യത്തിലായാലും നട്ടക്കണക്ക് ചുരുക്കി പോകണം എന്നുള്ളൊരു സമീപനമാണ് നമ്മൾ വെച്ചത്. അപ്പൊ അങ്ങനെ എല്ലാവരും ആവണമെന്നുള്ളതാണ്. ഞാൻ രാഷ്ട്രീയം ഒരു ബിസിനസ് ആയിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഒരു വരുമാന മാർഗമായിട്ട് കാണുന്നില്ല. രാഷ്ട്രീയം ഒരു സൈഡ് എന്ന് വെച്ചാൽ ജനങ്ങളെ സേവിക്കാനുള്ള എന്ന് വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, നമ്മളെ കൊണ്ട് ചെയ്യുക. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലാകുമ്പോൾ ഏറ്റവും നന്നായി. വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യുന്നേക്കാൾ നല്ലത് രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിൽ നമ്മൾ മൊത്തം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വേറൊരാളും ചെയ്യണ്ട. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ ഒരു അന്തസ്സിൽ പോവുക എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. തെറ്റ് കണ്ടമായ നേതാവ് ചൂണ്ടിക്കാണിക്കാം, അല്ലെങ്കിൽ തെറ്റ് അത് അപ്പുറത്തെ വെക്കാൻ പാടുള്ളൂ. പിന്നീട് നമുക്ക് ആരോടും മാനസിക അഭിപ്രായപ്പെടുക. കാരണം ഒരു കുടുംബത്തിലെ ഈ പാർട്ടി മെമ്പർമാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPIM-നെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട് നമുക്ക് പറയാം. എന്നോടും പറയാം, എനിക്ക് എന്നെ മൂത്ത നേതാവിനോടും പറയാം, ആരോടും വേണമെങ്കിലും പറയാം. പക്ഷെ പിന്നീട് അത് അപ്പുറത്ത് ആ നിമിഷം മാത്രം മനസ്സിൽ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കുടുംബമാണ്. ഒരു വ്യക്തി
വിചാരിച്ചാൽ ഒന്നും നാടിന് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രസ്ഥാനം വിചാരിച്ചാൽ ഈ നാടിന് ഒരുപാട് വികസിപ്പിക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ സർക്കാർ, LDF സർക്കാർ 2014 അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഹൈവേ വികസനം നടക്കില്ല എന്ന് പറഞ്ഞാണ് കോൺഗ്രസ്സുകാര് ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല, ഒരുപാട് വൈദ്യുതി സമരം, ആ സമരം, ഈ സമരം, ഇതിനെല്ലാം അതിജീവിച്ചും കണ്ട ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി ഒരു നാഷണൽ ഹൈവേ വരിക. അപ്പൊ ഇപ്പൊ ഒരു ചെറിയ വിള്ളലെല്ലാം ചില സ്ഥലത്ത് വന്നപ്പോൾ എന്താ ജനങ്ങൾ പറയുന്നത്, അത് LDFനെ പഴിചാരണ UDFകാരും BJPക്കാരും. അപ്പൊ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞെന്താണ്, അതിന്റെ അപാകതകള് ആ കമ്പനിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കമ്പനിയെ കൊണ്ട് തന്നെ ചെയ്യിക്കും, ഇതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനല്ല. അത് ആദ്യം മനസ്സിലാക്കി. ഇവിടെ ജനങ്ങളെ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി, കേരള സർക്കാരിനല്ല ഇത്. ഇതിന് നമ്മൾ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മളെ വേണ്ടിയിട്ടായിരുന്നു. അത് UDF സർക്കാരിനോട് പറ്റില്ല. നമ്മുടെ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി എത്രയോ കോടികൾ മുടക്കിയിട്ട് നമ്മുടെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം മുടക്കിയിട്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണം. നമുക്ക് അത്രേ കടമേ ഉള്ളൂ. ഇതിന്റെ നിർമ്മാണം എല്ലാം ചെയ്യുന്ന കേന്ദ്ര സർക്കാരാണ്. അതിൽ അപാധകളെ പറ്റി, അതിന്റെ വീഴ്ചകളെ പറ്റി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് കൈകാര്യം. അത് നമ്മൾ LDF സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് LDF സർക്കാരിന് മൊത്തത്തിൽ ഒരു ഇമേജ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. പണ്ടത്തെ 10 വർഷം മുന്നുള്ള കേരളമാണ് ഇന്നത്തെ കേരളം. വികസന കുതിപ്പിലാണ് മൊത്തത്തിൽ. അല്പസ്വല്പം പോരായ്മകളൊക്കെ ഏത് ഗവൺമെന്റ് വരാം, പക്ഷെ വികസന കുതിപ്പിലാണ്. സുധാകരൻ PWD മന്ത്രിയായിരുന്നു. പക്ഷെ സുധാകരൻ എന്ന നാമത്തിനല്ല അവിടെ കാര്യം, അല്ലെ റിയാസ് എന്ന നാമത്തിനല്ല അവിടെ കാര്യം. അത് ഇടതുപക്ഷ പ്രതിനിധി, CPM-ന്റെ ഒരു മന്ത്രി, LDF മന്ത്രി. ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന ഒരു യന്ത്രം മാതിരിയിലേക്ക് മന്ത്രിമാരൊക്കെ പ്രവർത്തിക്കും. വ്യക്തിക്ക് വലിയ പ്രാധാന്യം വളരെ കുറവാണ് മറ്റു പാർട്ടികളെ കുറിച്ച്. അപ്പൊ ഇത്രയും നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന അടിത്തട്ടിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഉള്ളതാണ് എന്റെ ഒരു എളിയ CPM-ന്റെ മെമ്പറും ഒരു എളിയ പ്രവർത്തകനും എന്ന നിലയ്ക്കുള്ള ഒരു അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ് സഖാക്കളെ. നമുക്കൊരു നല്ല നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. എന്നും ഇങ്ങനെ ആയിരിക്കില്ല നമ്മുടെ പാർട്ടി വളരും. ഒരു കാലത്ത് നമ്മുടെ പാർട്ടി ഇന്ത്യ ഭരിക്കും, തീർച്ചയായിട്ടും ഇന്ത്യ ഭരിക്കും. കാരണം മതേതര ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ന് എത്രയോ സംസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. UP അതേമാതിരിയുള്ള വടക്കേ നിൽക്കുന്ന എന്തെങ്കിലും ഒരു മാനസികമായിട്ട് വരേണ്ട നേതാക്കന്മാർ പറഞ്ഞ് ചാണത്തെ കുടിക്കി, അതേപോലെ പശുമൂത്രം കുടിക്കും എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന ഒരു ജനതനെ സൃഷ്ടിച്ചു. കാരണം വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ജനതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് നേതാവ് പറഞ്ഞാലും തെറ്റ് കണ്ട അപ്പൊ ചൂണ്ടിക്കാണിക്കാൻ ചങ്കൂറ്റുള്ള അണികളാണ് കേരളത്തിലുള്ള ഏത് പാർട്ടിക്കാരും. അതെന്താണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത? നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ തന്നെ നമ്മളെന്ന് വെച്ചാൽ പത്രങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. നമ്മൾക്ക് എന്ന് വെച്ചാൽ പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. അപ്പൊ ഇത്രയും ഇന്നിപ്പോ കേരളത്തിൽ ഇത്രയും വികസനം പറ്റിയ ഒരു ഗവൺമെന്റ് നിലനിൽക്കും.